നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിലെ ഹോം ബട്ടൺ. ഈ ഒരു ഹോം ബട്ടണിൽ വളരെയധികം ഉപകാരപ്രദമാകുന്ന 2-3 ഫീച്ചറുകളുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് തന്നെയായിരിക്കും, എന്നാൽ അറിയുന്നതും ഉണ്ടാകും. അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അറിയാത്ത സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്തൊക്കെയാണ് ഈ ഒരു ഹോം ബട്ടണിൽ ഒളിഞ്ഞിരിക്കുന്ന ഫീച്ചറുകൾ എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക്. എല്ലാ മൊബൈലിലും താഴെ ഈ ഒരു ഭാഗത്ത് ഹോം ബട്ടൺ കാണാൻ സാധിക്കും. ഇതെല്ലാവരും എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നേരെ ഹോം സ്ക്രീനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ നമ്മൾ ഉപയോഗിച്ച് വരാറ്. എന്നാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിളിൽ ഞാനിപ്പോൾ ഒരു സൈറ്റ് സെർച്ച് ചെയ്തു. ഇതൊക്കെ ഇംഗ്ലീഷിലാണ് ഉള്ളത്. അത് നമുക്ക് നമ്മുടെ ഭാഷയിൽ വായിക്കണം. അതിനായിട്ട് നമുക്ക് ഹോം ബട്ടൺ ഉപയോഗിക്കാം. ഹോം ബട്ടൺ നമുക്ക് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ അവസാനത്തെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജിലേക്ക്, ഇപ്പോൾ മലയാളം ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേറൊരു ഭാഷ വേണമെങ്കിൽ ഇവിടെ മലയാളം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള ഭാഷ ഇവിടെ തിരഞ്ഞെടുക്കുക. ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. ഏത് ലാംഗ്വേജ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും അവിടുന്ന് നിങ്ങൾക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി സെർച്ച് ബാറിൽ ഞാനിപ്പോൾ ഇവിടെ തമിഴ് എന്ന് ടൈപ്പ് ചെയ്യാണ്. തമിഴ് വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ തമിഴിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് സ്ക്രീനിൽ കാണുന്നത് എന്തും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും. വീണ്ടും അതേ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാനും സാധിക്കും. ഇനി സൈറ്റിലുള്ള മാത്രമല്ല, നിങ്ങളുടെ മൊബൈലിലുള്ള സ്ക്രീൻഷോട്ട് ആയാലും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഗാലറിയിലുള്ള ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഇത് സ്ക്രീൻഷോട്ടാണ് കേട്ടോ. ഇതും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് അതേ ഐക്കൺ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്നതും നമുക്ക് മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അതേ ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പഴയ ലാംഗ്വേജിലേക്ക് തന്നെ തിരിച്ചു പോകാനും സാധിക്കും. ഇനി ചെറിയ ഭാഗം മാത്രം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സെലക്ട് ടെക്സ്റ്റ് എന്ന് കാണും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ തന്നെ ട്രാൻസ്ലേറ്റ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് എന്ന് കാണുന്ന ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മാർക്ക് ചെയ്ത ഭാഗം മാത്രം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സ്ക്രീനിൽ കാണുന്നത് എന്തും ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഈ ഒരു ഹോം ബട്ടണിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ അയച്ചു തന്നോ, ആ ഫോട്ടോ ഏതാണെന്നോ പ്രോഡക്റ്റ് ഏതാണെന്നോ പ്രൈസ് എന്താണെന്നോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ആ ഒരു ഫോട്ടോ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. ആ ഫോട്ടോ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. സർക്കിൾ ടു സെർച്ച് എന്ന് പറയും. അങ്ങനെ റൗണ്ട് ചെയ്ത ഉടനെ തന്നെ അത് ഏതാണ് പ്രോഡക്റ്റ്, എവിടെയൊക്കെയാണ് ലഭിക്കുക, എന്താണ് ഇതിൻ്റെ പ്രൈസ് എന്നൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ഹോം ബട്ടണിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഗുണം കൂടി ഈ ഒരു ഹോം ബട്ടണിലുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പാട്ട് പാടുന്ന ആളാണെങ്കിൽ ഒരു മൂളിപ്പാട്ട് പാടിയാലോ, അല്ലെങ്കിൽ ഗാലറിയിലുള്ള ഒരു പാട്ട് നിങ്ങൾ പ്ലേ ചെയ്താലോ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾ പ്ലേ ചെയ്താലോ ആ പാട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇത് നിങ്ങൾക്ക് സഹായകമാകും. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിനായിട്ട് ഗാലറിയിലുള്ള ഒരു പാട്ട് തന്നെ ഇവിടെ പ്ലേ ചെയ്യാണ്. ഈ ഒരു പാട്ട് ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നു. സൗണ്ട് കുറച്ചിട്ടാണുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പാട്ട്. അപ്പോൾ നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനായിട്ട് ഇവിടെ താഴെ കാണുന്ന ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സോങ്ങിൻ്റെ ചെറിയൊരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ പാട്ട് ഏതാണ്, ഏതിൽ നിന്നുള്ള പാട്ടാണ്, ഏത് സൈറ്റിലാണ് ഇത് ലഭിക്കുക, അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ഹോം ബട്ടണിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. റിയൽമി, റെഡ്മി, ഓപ്പോ, വിവോ, സാംസങ് പോലുള്ള മൊബൈലുകളിലും അതുപോലെ തന്നെ പുതിയ എല്ലാ മൊബൈലുകളിലും ഈ ഒരു ഹോം ബട്ടൺ ഫംഗ്ഷൻ വർക്കാകുന്നുണ്ട്. നിങ്ങളുടെ മൊബൈലിലും കൃത്യമായിട്ട് വർക്കാകുന്നുണ്ടോ എന്ന് നോക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, ഈ ഒരു ഹോം ബട്ടണിൽ അടങ്ങിയിരിക്കുന്ന ഇങ്ങനെയുള്ള ഫീച്ചറുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അറിയാത്ത കൂട്ടുകാർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.